ഒരു സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നു, അപ്പോൾ നടത്തുന്ന പ്രഡിക്ഷൻ ആവില്ല ഇനി സാഡ്നെസ് വരുമ്പോൾ. അപ്പോൾ ടോട്ടലി ഒരു അൺസർട്ടാനിറ്റീസിലേക്ക് നമ്മളെ ഈ ഒരു നെർവസ് സിസ്റ്റവും ബ്രെയിനും പോകുന്നുണ്ട്. അപ്പോൾ ആൾക്ക് തോന്നുന്നു ഒന്നും ആവുന്നില്ല, ഒരു ഇമോഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, പക്ഷേ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു വോയിഡ് ഉള്ള പോലെ അവിടെ എന്തോ ഒരു വോയിഡ്. ഓക്കെ, എല്ലാമായിട്ടും എവിടെയൊക്കെ ഒരു വോയിഡ് ഉണ്ട് എന്നുള്ളൊരു ഫീല് നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ബയോളജി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ തന്നെയാണ്, അല്ലാതെ ഫേസ് ചെയ്യാതിരിക്കാനല്ല. എപ്പോഴും അതിന് പ്രശ്നങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഈ സ്റ്റിമുലൻസ് വന്നുകൊണ്ടിരിക്കും പലതരത്തിൽ. പക്ഷേ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ റിക്കവറി കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ സമയത്തും പലതരത്തിലുള്ള അവസ്ഥയിലൂടെ നമ്മൾ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. റീൽസ് കാണുന്നു, അല്ലെങ്കിൽ അടുത്തത് അപ്പോഴേക്കും നമ്മളൊരു ന്യൂസ് കാണും, അവിടെ ഒരു കലാപം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ന്യൂസ് വായിക്കുന്ന ആളുകൾ എന്തോ ലോകത്ത് അത്യാപത്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. കാരണം നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അത് ലൂപ്പാണത്.